അപ്പോൾ ഗൈസ് നമ്മൾ പല്ലിത്തേക്കാൻ പോവാണ്. നമ്മൾ സെൻസോഡൈൻ വെച്ചിട്ടാണ് പല്ലിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് പല്ല് തേക്കാം. നമ്മൾ പല്ല് നന്നായിട്ട് തേക്കണം. പല്ലിൽ പുഴു വരും. അപ്പം ഗൈസ് നമുക്ക് ചായ കുടിക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഈ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കണം. നമുക്ക് ചെറുപ്പം നമ്മളുടെ മുടി നീളുന്നുണ്ട് ഗൈസ്. ഇത്രയായി. പക്ഷെ മുടി അതേപോലെ തന്നെ നന്നായിട്ട് കൊഴിയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇപ്പം ഇത് കുറഞ്ഞതാണ്, ഇതിലേറെ കൂടുതൽ കൊഴിയുന്നുണ്ടായിരുന്നു. അപ്പം ഗൈസ് അമ്മൂസ് മുടിയൊക്കെ കെട്ടി സുന്ദരിയായി വന്നിട്ടുണ്ട്. ഇവളും എല്ലാവരും സുന്ദരിയായി വന്നിട്ടുണ്ട്. അപ്പം അഞ്ജലി പല്ല് തേക്കാൻ പോയിട്ടേ ഉള്ളൂ. അത് നിങ്ങോട്ട് വന്നിട്ടില്ല. ഇന്നലെ ഞങ്ങളെ മെസ്സിൽ കയറ്റിയില്ല, നേരെ വൈകി ചെല്ലും കൊണ്ട്. ഇന്ന് സമയം എന്തായി? 9:15. അപ്പോൾ സമയം എന്തായി? 9:15 ജസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്നും മെസ്സി കയറ്റുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അഞ്ജലി വന്നിട്ടുണ്ട്. ഞാൻ പല്ല് തേക്കുമായിരുന്നു. അപ്പോൾ റിയ ഞങ്ങളുടെ ക്ലാസ്സിലത്തെ സിയാറാണ് ഇപ്പോൾ. അപ്പോൾ റിയക്ക് കുറേ ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് റിയ ഫുൾ ഓഫ് ബിസി വിത്ത് ഹെർ റെസ്പോൺസിബിലിറ്റീസ്. സോ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വീഡിയോ ലോങ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തുടക്കത്തിൽ തന്നെ ഇത് 2 മിനിറ്റായി എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ എന്താ ചെയ്യാൻ, എൻ്റെ ഓരോ മൂവും നിങ്ങളെ അറിയിക്കണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമായിപ്പോയി. എന്നിട്ട് തന്നെ ഞാൻ ഇത് കുറേ കട്ട് ചെയ്ത് നമുക്ക് ചായ കുടിക്കാൻ പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇവർ പാത്രമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ജൈമി പാത്രം പൊക്കി കാണിക്കൂ. ഞങ്ങൾ ചായ കുടിക്കാൻ പോലെ ഗൈസ്. ഞങ്ങൾ ചായ കുടിക്കാൻ ഞങ്ങൾ മെസ്സ് താഴെ അവിടെ വരികയാണ്. ഞങ്ങളപ്പോൾ അവിടെ വരെ എത്തണം. എല്ലാവരും പുറകിൽ വരുന്നുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. എല്ലാവരും ഭയങ്കര തിരക്കിരിക്കുകയാണ്. എനിക്കിത് റിയലി സമയം തല്ലാതിരുന്നാൽ മതി. അഞ്ജലിക്ക് ഒന്ന് വേഗം ഉറ്റ്. ഞങ്ങളുടെ ക്ലാസ്സിലെ സയൻ വന്നിട്ടുണ്ട് ചായ കമഴ്ത്താൻ ഗൈസ്. പക്ഷേ ചായ കിട്ടിയപ്പോൾ അഞ്ജലിന്റെ സന്തോഷം കണ്ട ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി ചായ തീർന്നു പോയി ഗൈസ്. ഇത് കണ്ട ഇത്രയും ചായ ഒന്നും അമ്മച്ചിമാരൊക്കെ ഉണ്ട് ഞങ്ങളുടെ. ഇത് ചേച്ചി കടന്ന് വിളിക്കുന്നവര്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നല്ല ആസ്വദിച്ച് കഴിക്കുന്ന റിയമോൾ, അമൂസ്, അഞ്ജലി, ജെയ്മി. എങ്ങനെയുണ്ട്? റിവ്യൂ പറയൂ. വേഗത്തെ കടല, ചപ്പാത്തി. ഇനി പറയാൻ നമുക്ക് വാക്കുകളില്ലാത്ത കൊണ്ട് നമുക്കിത് കഴിക്കാം. ഗൈസ് ദൈവം സഹായിച്ച് ഞങ്ങളുടെ കോളേജിൽ കുട്ടികളെക്കാൾ കൂടുതൽ കുരങ്ങുകളുണ്ട്. അതിലൊരു കുരങ്ങാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഇത് ഞങ്ങളുടെ റിയ. ഈ വരുന്ന ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവൻ ഞങ്ങളെ ഇതാക്കി. അതെല്ലാം എന്താ പറയുന്നത്? അതെ, ഇവൻ. പിന്നെ ഇതാണ് ഞങ്ങളുടെ കോളേജ്, ഞങ്ങളുടെ ഹോസ്റ്റൽ. ഞങ്ങൾ പറയാൻ മറന്നുപോയി, ഞങ്ങൾക്ക് ഇന്ന് ഓഫാണ്. ഇന്നിവിടെ എന്താ ബസവ ജയന്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നില്ല. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഒരു ദുരൂഹ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം റേഞ്ചില്ല, കറണ്ട് ഇല്ല.
അപ്പൊ ഇനി ഇന്ന് എന്ത് ചെയ്യാൻ ആലോചിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ റേഞ്ചില്ലാന്ന് പറഞ്ഞിട്ട് ഹലോ ഹലോ അത് ശരിക്കും അമ്മയുണ്ട്. അഞ്ജലിന്റെ കിളി പോയി. ഹലോ കേക്കാവോ? പോയി ഗൈസ്. രാവിലെ ഇതേപോലെ എന്റെ കേക്കായിട്ട് വെച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവർക്ക് ഞങ്ങളെ കിട്ടുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. നമ്മൾ അതിനു വേണ്ടി കുറച്ചേരം ഇരുന്ന് പ്രാർത്ഥിക്കാം. ഓന് പണം കാണിച്ചു കൊടുക്കും പിള്ളേരെ. ഇത് ഹോം ടൂർ. ഞങ്ങൾ ഹോം ടൂറിൽ വരുമ്പോ ഇത് വേറെ കാട്ടിത്തരാം. ബട്ടർഫ്ലൈ, ദിസ് ഈസ് ശിവ. അത് പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കാം. എന്നാലും അഞ്ജലിനെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വെക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളെടുത്തോ. ഞങ്ങൾ കുറെ ഊക്കിയിട്ടുള്ളതാണ്. പ്രാർത്ഥിക്കാം ഗൈസ്. അപ്പൊ ഞങ്ങള് പ്രാർത്ഥന കഴിഞ്ഞു. ഇനി ഒരു പണിയില്ല. ഇനി ചുമ്മാ ഇരിക്കാൻ പോയില്ലേ? ഇനി ചുമ്മാ ഫോണെ തോണ്ടാന്ന് വിചാരിച്ച ഫോണില് റേഞ്ച് ഇല്ല. ഒരു പണിയില്ല. ഇപ്പൊ എത്ര മണിയായി? എത്ര മണിയായി? 9:57. എന്നിട്ടാണ് ഇവള് പുതപ്പ് മടക്കുന്നത്. ഒരു പണിയില്ല. ഒരു പെൺകുട്ടി വേറൊരു വീട്ടിൽ ചെന്ന് കയറണ്ടവളാ. അപ്പൊ നാണം വന്നു. അയ്യോ, ഇതാണ് അസുര. ഇതാണ് ശരിക്കുള്ള അസുര. കാണണം, നിങ്ങൾ ഇത് കാണണം. വലിയ പദപ്പാട്ടോ. ഇതാണ് ഞാൻ പൊതിക്കുന്ന പുതപ്പാണിത്. ഇപ്പൊ ചൂടായിരുന്നു. ഇത് എന്നാലും എനിക്ക് പൊതിക്കണമെന്നല്ലെങ്കിൽ ഞാൻ അലക്കിയിരുന്നത്. വെറുതെ പറയാ. റിയക്ക് ഭയങ്കര നാണമാണ് കേട്ടോ. റിയ എന്തേലും നമ്മള് മീഷോക്കാരനെ വിളിച്ചോട്ട് ഇന്ന് വരുമെന്ന് വെച്ച് നോക്കാം അയാളോട്. ഞാൻ മീഷോയില് നിങ്ങളിത് കേൾക്കണം ഗൈസ്. എനിക്ക് കൈയും കാലും ഇല്ല, കൈയും കണക്കും ഇല്ല ഇത് പറയാൻ. വിളിച്ചിട്ടുണ്ടോ ഇവിടെ? വിളിച്ചോണ്ട് പറയാം. തത്ത പറയുന്ന പോലെ പറയണോ? നീ വേണ്ട, നീയായിട്ട് പറഞ്ഞു. ഞാനൊരു എത്രയായി? 1 ആഴ്ച 2 ആഴ്ച എങ്ങാണ്ടായി. ചുമ്മാ ഒരാഴ്ച ഞങ്ങൾ സാധനം വാങ്ങിയിട്ട് അത് ഇതുവരെ വന്നില്ല. വന്നിട്ട് ആ ചേട്ടൻ പറയുന്നത് ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ്. എന്നിട്ട് ഞങ്ങൾ ആ ചേട്ടനെ അങ്ങോട്ട് വിളിച്ചു. ഈ മിസ് കോൾ ഉണ്ട്. മീഷോയുടെ സാധനം ഓർഡർ ചെയ്താണ്. അപ്പൊ ആ ചേട്ടൻ പറയാ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ആ ചേട്ടൻ ഇന്ന് വരും നാളെ വരും പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഇതിന് രണ്ടില്ല. അപ്പൊ വരികയാണെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. നേഴ്സസ് ഡേയുടെ പൈസ പിരിക്കുന്നതും റിയ ആണ്. സോ ഇത്രയും ഞങ്ങൾക്ക് കയ്യിൽ ആയിട്ട് റിയ പിരിച്ചോണ്ട്. റിയ യൂസ്ലെസ് CR ഫ്രം 3rd year BSc നഴ്സിംഗ്. ഇതാണ് റിയ. വിലമതിക്കാൻ അങ്ങനത്തെ കുറെ നാണയക്കെട്ടുകളും 10 രൂപേന്റെ നോട്ടുമാണ് നമുക്ക് ശേഖരിക്കാൻ പറ്റിയിട്ടുള്ളത്. Where is remaining? Give money fastly and fastly. മാജിക് കാണിച്ചാ ഗൈസ്. ഇത് 2 രൂപ. 2 രൂപയും കൊണ്ട് ചിലപ്പോ നടക്കുമെന്ന് എനിക്കറിയില്ല. വേറെ നാണയം ഞാൻ തരാം. അമ്മൂസിന്റെ ഒരു ചില്ലറ കൂടാരം തന്നെ കാണിക്കേ. പോയി ഗൈസ്. എവിടെ പോയി? ആര് പോയി? കണ്ടില്ല. ഒന്നുകൂടെ കാണിച്ചേ. നിങ്ങൾ സൂക്ഷിച്ചു നോക്കി. ഇപ്പൊ ഞാൻ ഇടുന്നതല്ല, മറ്റേ വീഡിയോക്കകത്തില്ലേ. പണ്ടേ ഉടായിപ്പാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ പ്രൂഫ് സഹിതം പോയി. ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ദിവസം കാട്ടിത്തരാം. ഉടായിപ്പ് ചീറ്റിയപ്പോ അങ്ങനെ ഒരു ഗതിക്ക് പരിഗതി ഇല്ലാതെ നമ്മൾ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാനുണ്ട്. അപ്പൊ ഞാൻ അസൈൻമെന്റ് എഴുതാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ അസൈൻമെന്റ് എഴുതുന്നില്ല. അയ്യോ, വീട്ടിൽ നിന്ന് വിളിച്ചതായിരുന്നു. റേഞ്ച് ഇല്ലാത്ത കൊണ്ട് തന്നെ കിട്ടിയില്ല. അപ്പൊ എനിക്ക് ഒരു സിമ്മും കൂടെ ഉണ്ട്. ആ ഫോണും തരുമോ? നീ ഇവിടെ വരെ തരുമോ? വയ്യ. അപ്പൊ നമുക്ക് ഹലോ, ഇതില് കേക്കാമോ? ക്ലിയർ ഉണ്ടോ? ആണല്ലേ. ഓക്കെ. മച്ചിന്റെ മിസ് കോള് കണ്ടിരുന്നു ഇതില്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്.
ഇനി നമ്മൾ ഇതിന്റെ ബാക്കി എഴുതാൻ പോവാണ്. അപ്പം എഴുതാം, കാരണം സമയം പോകണ്ടേ. ഗൈസ്, നമ്മളുടെ കറണ്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുത്തൊക്കെ ഞാൻ അവസാനിപ്പിച്ചു, എഴുതി മടുത്തു. ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകണം. എന്റെ വക ഉണക്കമീൻ. ഇന്ന് അമൃത എൻപിന് ഉണക്കമീൻ പൊരിച്ചു തരുന്നതാണ് ഞങ്ങൾക്ക്. പല്ല് തേക്കാൻ കരിയാവുമോ അതോ? ഇല്ല, ഞാൻ നല്ലോണം പിന്നെ ഒരു അടുക്കള ഏതാണെന്ന് അറിയാത്ത പച്ച പണ്ട കണ്ട് ഗുലാബ് ജാം ഉണ്ടാക്കാൻ പറഞ്ഞു. ഇല്ല, നിങ്ങൾ എന്റെ ആങ്ങളോട് ചോദിച്ചാൽ മതി, ഞാൻ നല്ലൊരു ഷെഫാണ്. പ്ലീസ് അനന്തു എൻപിനിൽ ചേട്ടൻ ഇതിൽ കമന്റ് ഇടണം. നിലയ്ക്കുന്ന കാലം അമ്മൂസ് അങ്ങനെ കുക്കർ അല്ല എന്തായിരുന്നു അടുപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മാഗി ഉണ്ടാക്കാം. കുഴപ്പമില്ലല്ലോ അല്ലേ? ഇത് നല്ല ഫ്രഷ് എണ്ണയാണ് ഗൈസ്. ഞങ്ങൾ ഫ്രഷ് എണ്ണ 2 ദിവസം ഇതിനകത്ത് പറഞ്ഞു തുടങ്ങിയിട്ട്. ഇന്നലെ 2 ദിവസമായിട്ടില്ല. ഇതില് മുങ്ങിയൊന്നും കിടക്കണ്ടല്ലോ. മൂങ്ങിയൊന്നും കിടക്കാൻ ആവശ്യമില്ല. ഓൾറെഡി അതിനകത്ത് ഒരു ഗുടുഗുടുന്നായിരിക്കുന്ന സാധനം. ഇങ്ങനെ സൗണ്ട്. ഇത് പറയട്ടതിന്റെ കാര്യം. ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട് വെയിലത്തിട്ട് ഉണക്കി കൊണ്ടുവന്ന് ഉണക്കി മീനാണ്. പാവം എൻ്റെ അമ്മ വീട്ടുകാരെ ഞാൻ ഈ നിമിഷത്തിൽ മരിക്കുന്നു. ഞാൻ ഇരുന്നണ്ട. അപ്പോൾ നമ്മൾക്കിത് പുറം ക്യാമറ വെച്ച് കാണിക്കാം. അപ്പൊ ഗൈസ്, മീൻ റെഡി, എണ്ണ റെഡി, മീൻ റെഡി, എണ്ണ റെഡി, അമ്മൂസ് ഓൾസോ റെഡി. അപ്പൊ നമുക്ക് പോകാം. ഇന്ന് സുറൊന്നും ഒച്ച വന്നില്ലെങ്കിൽ കേട്ടോ, ഇത് ഈ സാധനം വരണം കേട്ടോ. എവിടെ വരുന്നുണ്ട് സൗണ്ട് വരുന്നു. വെയിലത്തിട്ടിട്ട് തന്നെ ഇത് പകുതി വെന്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര കരിഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒച്ച വന്നില്ലല്ലോ. അതിപ്പോ വരും. നിങ്ങളിങ്ങനെ നോക്കിയിരിക്കും, വരും. പൂച്ച മീൻ നോക്കിയിരിക്കുന്ന പോലെ ഇരിക്കുന്ന കണ്ട പൂച്ച. എന്റെ അമ്മ ഇതൊക്കെ കാണുമ്പോ ചക്കിപ്പൂച്ച കണ്ടംപൂച്ച അല്ല. കിഡ്നി മെൽറ്റിംഗ് ആയി പോവും അമ്മയ്ക്കിത്. ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അമ്മൂസ് ഞാനൊരു ഷെഫ്. എടി, ഞാൻ ഉണ്ടാക്കൂടി എന്റെ എല്ലാ പരീക്ഷണങ്ങളും. ഗൈസ്, നിങ്ങൾ ഇത് കേൾക്കണം. ഈ പാത്രം എന്റെ എല്ലാ പരീക്ഷണങ്ങൾക്കും എനിക്ക് നിന്ന് തരുന്ന എന്റെ സ്നേഹനിധിയായ എന്റെ ചേട്ടനാണ്. ഇപ്പൊ എവിടെ ഉണ്ടാങ്ങിയത്? ഇപ്പൊ ജോലി ചെയ്യുന്നു. Is he alive? അതെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തുണ്ടാക്കിയാലും തിന്നോളും, പാവ. Okay. ഈ സമയത്ത് ഞാൻ എന്റെ ആങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. ഗായ്സ്, ഇതിന്ന് സൗണ്ട് ഒന്നും വരുന്നില്ല, വെറുതെ ഇട്ട് ഷോയാണ്. വരൂ. ഇന്നലെ ഞാൻ എന്തോ വെച്ചപ്പോ സൗണ്ട് കേട്ടില്ല എന്ന് പറഞ്ഞ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. ഇല്ല, ഇത് കാലിന്റെ മേലെ കാലും കയറ്റി ആറ്റിറ്റ്യൂഡ് നിറച്ചിരിക്കുന്ന ജെമി. ഒന്ന് കൊടുത്തോടെ, അവളെ വെറും പട്ടിയാതെ. ഇപ്രാവശ്യത്തെ ഓസ്കാർ ആരെങ്കിലും കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജെമിക്ക് കൊടുക്കാൻ തീരുമാനിക്കും. ലിപ് ലൈനർ ഇട്ടിട്ട് പോകുന്ന കൊച്ചിന്റെ മോഹം തോന്നി കാണിച്ച്. അപ്പൊ അഞ്ജലിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണ്ടാക്കി കൊണ്ടുവന്ന അച്ചാറാണ്. കാണുന്നില്ല, പ്ലേറ്റിലിടുമ്പോ കാണാം. ഇത്ര മതിയോ? ലിറ്റിൽ ബിറ്റ് മതി. എനിക്ക് കുറച്ച് മതി. എനിക്ക് തരുന്നില്ല. ഇടുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞത് അവളോട് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് പല്ലറക്കാൻ എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ അവള് അപ്പൊ എന്നാ പറഞ്ഞു, ഇന്നലെ നമ്മൾ അവളുടെ പ്ലേറ്റിൽ തന്നെ ഇടുക. അയ്യോ, അതന്നെ അങ്ങനെ ഇരിക്കുന്നേ. എടുത്ത് ചാവാത്ത തോന്നുന്നു. എണ്ണക്കകത്ത് ഇട്ടപ്പം ചുരുളതായിരിക്കും. പെടഞ്ഞിട്ട് ചുരുളില്ലേ. ഇയാൾക്ക് ചെറിയ പീസ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ചെറിയ പീസുള്ള ഒത്തിരി വിഷമാണെങ്കിൽ എന്റെ ഒരു പദ്ധതി കിട്ടും. അതെന്നെ എനിക്കും കൂടെ കൊടുത്തതാ. ഇവിടെ അത് ഇന്ന് ഗൈസ്. എന്ത് അതാ ഉണക്കമീൻ. ബിസ്ക്കറ്റ് പോലെ ഇരിക്കുന്നു. എനിക്ക് ക്രിസ്പനെസ് കാണായിരുന്നു. ഇന്നലെ ജെയ്മിക്ക് ഉണക്കമീൻ കൂട്ടിയിട്ട് ഡയറി ആയിരുന്നു. പുലാവാണ് ഇന്ന്. പുലാവിലേക്കാണോ ഈ ഉണക്കമീൻ വെളിച്ചെണ്ണ വെക്കുന്നത്? ഓക്കെ, എല്ലാം സെറ്റ് ആയി. ഇനി നമ്മള് എവിടെ പോവാണ്? ഇനി നമ്മള് തിന്നാൻ പോവാണ്. ഫുഡ് ഇനി നമ്മള് കഴിച്ചിട്ടാവാ ഇനി വീഡിയോ എടുക്കാം.
എന്ത് ചെയ്യാനാ ഗൈസ്, ഞങ്ങൾ നേരത്തെ വന്നാലും ഇവിടെ ഫുഡില്ല, നേരെ വൈകി വന്നാലും ഇവിടെ ഫുഡില്ല. എന്താണ് ഈ കൊച്ചി കേരളമല്ല കർണാടക നടക്കുന്നത്? എങ്ങോട്ടാണ് ഇവരുടെ പോക്ക്? പറയൂ. അപ്പൊ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ലഞ്ച്. ഇത് ജെയ്മി, റിയ എല്ലാവരും ഇത് കഴിക്കുന്നുണ്ട്. ഇത് വലിയ തിരക്കേടില്ലാത്തതാണ്, നമുക്ക് കഴിക്കാൻ ഗൈസ്. പ്രത്യേകം തിരക്കാണ്. കലാകാരിയെ തെരഞ്ഞു വന്നിരിക്കുന്നു. അഞ്ചിലില്ലാത്തൊരു ജീവിതം എനിക്കില്ല. ഇത് കേട്ട കേൾക്കും. മൺഡേ നേഴ്സസ് ഡേ ആണ്, അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. അപ്പൊ പടം വരയ്ക്കാൻ ഒരു ആർട്ടിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞായിരുന്നു. ആർട്ടിസ്റ്റ് അഞ്ജലി. എപ്പോ ഈ പരസ്യം വന്നത് ഈ ചുമരിൽ വരച്ചിട്ടിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടിട്ടാന്നും കൂടെ നിങ്ങൾ ഓർക്കണം. ഇത്രയും നല്ലൊരു ചിത്രം ഉള്ളപ്പോ നമ്മൾ വേറെ ആളെ തേടി പോകേണ്ട കാര്യമില്ല. ഹായ് ഗായ്സ്, ഹായ് കൊടുക്കൂ. അപ്പൊ സമയം 1:34. അപ്പം ഇനിയിപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും മണ്ടയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഉറങ്ങാം. ഓക്കെ. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കുറച്ച് നേരമായിരുന്നു സത്യം പറഞ്ഞാൽ. ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന കാര്യം അങ്ങനെ മറന്നുപോയി. പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്ന് ഫസ്റ്റ് മുതൽ അപ്പം അഞ്ജലി എല്ലാ വീഡിയോ എഴുന്നേറ്റിട്ട് മറന്നുപോയി എന്നല്ലേ പറയേണ്ടത്? എന്താ പറഞ്ഞത്? നീ വീഡിയോ എടുക്കണ്ട അങ്ങനെ കണ്ടാ പറഞ്ഞത്. ഉറക്കത്തിൽ നിന്നിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഇതാണ്, പേടിക്കാനൊന്നുമില്ല. പിന്നെ ഈ കുരു നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ, രാവിലെ ഉണ്ടോ? ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ ഇനിയിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ കുളിക്കണം. ജൈമി ഒന്നും കുളിച്ചിട്ടില്ല. ജൈമി 3-4 ദിവസമായിട്ട് ടീഷർട്ട് നടക്കാണ്. വെറുതെ പറയാ, കുളിക്കലൊന്നുമില്ല. കാണുമ്പോ ഭയങ്കര വൃത്തിയൊക്കെ. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ സത്യമാണ്. അതുകൊണ്ടാണ് ഇവളത് മറക്കാൻ ശ്രമിക്കുന്നത്. ഏത് മതി എന്നിട്ട് പറയൂ സ്പ്രേ അടിച്ച്. നിങ്ങൾക്ക് വേണേ എടുത്ത് നോക്കിയാൽ കാണാൻ. ഇതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോയില് ജൈമി സെയിം ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ജൈമി കുളിക്കാറില്ല, അതെല്ലാരും പറയും. പക്ഷെ ഇവള് പറയുന്നത് ഭയങ്കര വൃത്തിയാണ്. എന്നിട്ട് ഇന്നലെ സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് നടന്നിരുന്നത്. അത് വെറുതെ പറയുന്നത്, ഞങ്ങൾക്കറിയില്ല കുളിക്കുന്നുണ്ടല്ലോന്നും. അപ്പൊ ഇനിയിപ്പോ എനിക്ക് കുളിക്കണം. അവളുടെ കാര്യം എനിക്ക് അറിയില്ല. അതൊരു തെറ്റല്ലല്ലോ. അപ്പം എന്ന് പറയാൻ വന്നത് അത് നശിപ്പിച്ച് ഗൈസ്. ഇവർ രണ്ടുപേരും കുളിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ജലിക്ക് പുതിയ പണി കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കണം. അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ആയിരുന്നു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണേ ഗൈസ്. അപ്പോൾ രാത്രിത്തെ ഫുഡ് എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. ഇവര് തുറന്നു. തല മാത്രമേ കാണത്തുള്ളൂ. അമ്മൂസ് അവിടെ തളർന്നില്ല ഗൈസ്. ഇതാണ് നമ്മളുടെ നൈറ്റത്തെ ഫുഡ്. ഉച്ചക്കത്തെ പുലാവും പിന്നെ വൈറ്റ് റൈസും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും പോലെ രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കിന്ന് ചിക്കൻ കറിയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഉണ്ടോണ്ടിരിക്കുകയാണ്. ബസ്സിലൊക്കെ ഭയങ്കര തിരക്കാണ്. എപ്പം നല്ല രസമുണ്ടാകും. അപ്പൊ ഗായ്സ്, ഇവിടെ കറണ്ടൊക്കെ പോയി. ഞങ്ങൾ പറഞ്ഞിരുന്നു നേരത്തെ പോയതാണ്. അപ്പൊ ലൈറ്റ് ആണ്. കറണ്ട് ഇനിയും വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ഞങ്ങക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഉറങ്ങാൻ പോവാണ്. വെറുതെ നടക്കും. പോരാത്തന്നെ റേഞ്ചും ഇല്ല. ആരെയും വിളിക്കാനും ആരെയില്ല വീട്ടിൽ വിളിക്കാനൊന്നും. ഉറങ്ങാൻ സമയമായി. അപ്പൊ നാളെ ക്ലാസ് ഉണ്ട് ഉച്ചവരെ. കളർ ഡ്രസ്സാണ്. അപ്പൊ ഞങ്ങളെ ഡേ ഇൻ മൈ ലൈഫ് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു ഓൾ. ബൈ.